ശബരിമല സന്നിധാനത്തെ സുതാര്യതയും അതുപോലെ ഭക്തലക്ഷങ്ങളുടെ വിശ്വാസത്തെയും നേരിട്ട് ബാധിക്കുന്ന സ്വർണ്ണമോഷണ കേസിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള പ്രമുഖർ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, ദേവസ്വം മാനുവൽ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിലും സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാണികൾ മാറ്റി പകരം ചെമ്പ് സ്ഥാപിച്ചു കടത്തിയെന്ന കേസിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉന്നതതലത്തിൽ തന്നെയുള്ള അറിവോടും പങ്കാളിത്തത്തോടും കൂടിയാണ് അഴിമതി നടന്നതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘന വിവാദങ്ങളും തുടർന്നുണ്ടായ ശക്തമായ ജനവികാരവും മുൻകാലങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നതാണ്. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ CPM-ന് LDF-ന് ചരിത്രത്തിലെ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഭരണകക്ഷി തങ്ങളുടെ നിലപാടുകളിൽ തിരുത്തലുകൾ വരുത്തുകയും സുതാര്യത ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും അവർക്ക് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഭരണം കൈമാറിയത്. എന്നാൽ താൽക്കാലികമായി ഉണ്ടായ ഈ രാഷ്ട്രീയ വിജയങ്ങൾക്ക് തൊട്ടു പിന്നാലെ സന്നിധാനത്തെ തിരുവാഭരണങ്ങളും അതുപോലെ സ്വർണ്ണശേഖരവും സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും വീഴ്ചയുണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഹങ്കാരത്തോടെയുള്ള ഭരണപരമായ ഇത്തരം നീക്കങ്ങളാണ് ഒടുവിൽ വൻ തിരിച്ചടികളിലേക്ക് നയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടങ്ങുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവർ 90 ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. കേസിന്റെ പ്രധാന സൂത്രധാരൻ സംശയിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ഇതിനിടെ മരണപ്പെടുകയും ഉണ്ടായി. എന്നാൽ കേസ് അവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഭരണകേന്ദ്രങ്ങളെ പോലും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് 2023 ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ PS പ്രശാന്തിന് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കാളിത്തമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രശാന്തിനെ ഒന്നിലധികം തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും പങ്കാളിത്തം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. PS പ്രശാന്തിന് പുറമെ ദേവസ്വം ബോർഡ് മുൻ അംഗം M അജിത് കുമാർ, പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ക്ഷേത്രതന്ത്രി കണ്ഠർ രാജീവര്, തിരുവാഭരണ കമ്മീഷണർ രജിലാൽ, അതുപോലെ തന്നെ ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരുൾപ്പെടെ 7 പേരെയാണ് നിലവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നും അന്വേഷണം മറ്റുന്നതകളിലേക്ക് വ്യാപിപ്പിക്കാൻ അനുമതി വേണമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെടുകയും സാമ്പത്തികമായി ദരിദ്ര പശ്ചാത്തലത്തിൽ കഴിയുകയും ചെയ്തിരുന്ന PS പ്രശാന്ത് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലെത്തിയ അതിനുശേഷം വലിയ രീതിയിൽ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായാണ് ആരോപണങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് കോടികളുടെ ആഡംബര വസതിയും സമീപത്ത് കൂടുതൽ സ്ഥലങ്ങളും വാങ്ങിയതായി അയൽവാസികളും പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ ആരോപിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് അഴിമതി വിരുദ്ധ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ശ്രീകോവിലിന്റെ കട്ടളപ്പാടി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം ചെമ്പ് സ്ഥാപിച്ചതാണ് പ്രതികൾ മോഷണം നടത്തിയിരിക്കുന്നത്. 2019 നടന്ന ഈ കൊള്ള പുറം ലോകം അറിയാതിരിക്കാനും ശില്പങ്ങളുടെ തിളക്കം നഷ്ടപ്പെട്ട് കള്ളി വെളിച്ചത്താകാതിരിക്കാനുമായാണ് 2025 ഈ ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കാൻ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് നേരിട്ട് അനുമതി നൽകിയത്. തിരുവാഭരണങ്ങളോ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ദിവ്യ വസ്തുക്കൾക്കോ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെങ്കിൽ ക്ഷേത്ര പരിസര പ്രദേശത്ത് തന്നെ വെച്ച് അത് ചെയ്യണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മാനുവലിൽ കർശനമായി ചട്ടമായി തന്നെ ഇവിടെ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ ഇത്തരം സാമ്പത്തിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ യാതൊരുവിധ നടപടി സ്വീകരിക്കരുതെന്ന 2023 കോടതി ഉത്തരവും ബോർഡ് ബോധപൂർവം മറച്ചുവെച്ചു. ജില്ലാ ജഡ്ജിയായ സ്പെഷ്യൽ കമ്മീഷണറെ ഒട്ടും അറിയിക്കാതെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ചെന്നൈയിലേക്ക് കടത്തിയത്. ഫയലുകൾ കൃത്യമായി ചമച്ചുകൊണ്ടാണ് ഈ അഴിമതിക്ക് ബോർഡ് നേതൃത്വം തന്നെ ഒത്താശയും ചെയ്തത്. തനിക്കെതിരെയുള്ള ഈ നിയമ നടപടികൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ തന്നോട് വ്യക്തിപരമായി പകപോക്കുകയാണെന്നുമാണ് PS പ്രശാന്ത് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഹൈക്കോടതി നേരിട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഇപ്പോഴും
കേസ് അന്വേഷിക്കുന്നത് എന്നതിനാൽ ഈ കേസിൽ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പ്രതികളെ ഏത് നിമിഷവും വിളിച്ച് ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അദ്ദേഹത്തെ മുൻപ് വ്യക്തിപരമായി അറിയാവുന്നവരും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കോൺഗ്രസ് പാർട്ടിയിൽ KPCC സെക്രട്ടറി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്നവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അക്കാലത്ത് തികച്ചും വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലെത്തി വെറും 2 വർഷം കൊണ്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചതായാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ ആഡംബര വസതി പണിയുകയും അതിന്റെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് ഈ കേസിൽ ആരോപണ വിധേയനായ പോറ്റിയടക്കമുള്ള വ്യക്തികൾ എത്തിച്ചേരുകയും ചെയ്തത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. ഈ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കേണ്ടി വരെ വന്നിട്ടുമുണ്ട്. ഈ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ശബരിമലയിൽ നടന്ന അഴിമതിയുമായി ഇതിനുള്ള ബന്ധത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം തുടരുകയുമാണ്. നിയമലംഘനം നടത്തി സന്നിധാനത്തെ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് തന്നെയാണ് കോടതിയും അന്വേഷണ ഏജൻസികളും നീങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്ന ഈ പുതിയ വിവരങ്ങളും കണ്ടെത്തലുകളും ശബരിമലയിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചനകളെല്ലാം. സ്വർണ്ണപ്പണികളിലെ അപാകതകളും രേഖകളിലെ കൃത്രിമത്വവും കോടതി അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്കും ശക്തമായ കോടതി ഇടപെടലിലേക്കും വഴിമാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നോക്കൂ, നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ കൃത്യമായ തെളിവുകളോടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി തന്നെ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് വലിയ തരത്തിൽ ട്രെൻഡാകുന്നതും വിവാദമാകുന്നതും. ആ വിവാദത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തലയടിക്കുകയും CPM-ന് LDF-ന് ധൈര്യമായ പരാജയം, ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 102 സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പ്രധാന ബിന്ദു എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള തന്നെയാണെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നിട്ടും, അതായത് ഇതിനു മുന്നേ നടന്ന ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടി ലഭിച്ചിട്ടും പാർട്ടി അതിനെ അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യാതെ അതൊക്കെ പ്രാദേശിക വിഷയങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് 102 സീറ്റുകളോടുള്ള വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. എന്നിട്ടും അതിനുശേഷം മാത്രമാണ് സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള നേതാക്കൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് അവർക്കെതിരെ നടപടിയെടുക്കാനെങ്കിലും പാർട്ടി തയ്യാറായത്. അതും സസ്പെൻഷനിൽ ഒതുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴിതാ SIT പുതിയ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പല സഖാക്കളും അകത്താക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിൽ CPM മുന്നണി വലിയ തരത്തിൽ തലവേദന ഉണ്ടാവുകയും വലിയ തരത്തിൽ മറുപടിയായി പുതിയ ന്യായീകരണങ്ങളായി വരേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.